ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്കിന്ന് മൾട്ടിപ്പിൾ നമ്മൾക്ക് മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വെർച്വൽ ഹോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മളതിനെ ലൈവ് ആക്കുന്നു. അതുകൂടാതെ നമ്മളൊരു കസ്റ്റം ലോഗിങ് സെറ്റ് ചെയ്യുന്നു, അതുകൂടാതെ കസ്റ്റം വേരിയബിൾ സെറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അതിൽ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ സൈറ്റ്സ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡൊമൈൻ നെയിംസ് വേണം. ഇപ്പോൾ നമുക്ക് ഞാൻ എക്സാമ്പിൾ മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ സൈറ്റ് ഞാൻ ലോക്കലി ഹോസ്റ്റ് ചെയ്യണം എന്നുവെച്ചാൽ മൾട്ടിപ്പിൾ സൈറ്റ്സ് ഹോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾക്ക് ഓരോന്നിനും സെപ്പറേറ്റ് റൂട്ട് ഫോൾഡർ ഉണ്ട്. അല്ലോ, നമുക്ക് ഓരോ വെബ്സൈറ്റ് നമ്മളിപ്പം കാണേണ്ടത് വ്യത്യസ്തമായ വെബ്സൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റൂട്ട് ഫോൾഡേഴ്സ് ഉണ്ടാവും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ലാൻഡിങ് പേജസ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇൻഡെക്സ് പേജ് ഓരോരുത്തർക്കും എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഫോൾഡർ ആണെങ്കിൽ സെപ്പറേറ്റ് കോഡ് ബേസും ആയിരിക്കും ഉറപ്പായിട്ടും, അല്ലേ. മൂന്നാമത്, നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, വർക്ക് പ്രോസസ്സറിൻ്റെ ഓണർക്ക് പെർമിഷൻ കൊടുക്കണം. നമ്മളുടെ ബൈ ഡിഫോൾട്ട് ഇപ്പോഴത്തെ കേസിൽ നിന്ന് WW ഡേറ്റയാണ്. നിങ്ങളുടെ വർക്കർ പ്രോസസ്സ് ആരാണെന്ന് വെച്ചാൽ അയാൾക്ക് ഓണർഷിപ്പ് പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ സെർവറിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുക, സൈറ്റ്സ് അവൈലബിളിനകത്ത് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ DNSൽ ഇതിൻ്റെ നെയിം റെക്കോർഡ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം സൈറ്റ്സ് എനേബിൾ ചെയ്യുന്നു. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം കസ്റ്റം വേരിയബിൾ അതിൽ പിന്നെ പോവാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത്, നമുക്കിപ്പം ഒരു സെർവർ കോൺഫിഗറേഷൻ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, റൂട്ട് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു ബാഷ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാനുവലി 3 ഫോൾഡർ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഷെൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ആ ഷെൽ സ്ക്രിപ്റ്റിൽ പറഞ്ഞു കൊടുത്തേക്കാണ് മേക്ക് ഡയറക്ടറി ഉണ്ടാക്കണം. ഏത് 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറി ഉണ്ടാക്കണം. എക്സാമ്പിൾ 1 2 3. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് എക്സാമ്പിൾ 1 2 3. അതിനുശേഷം എന്ത് ചെയ്യണം, ഓരോ ഇതിലേക്കും ലൂപ്പ് ചെയ്ത് പോയതിന് ശേഷം എന്ത് ചെയ്യണം, എക്സാമ്പിൾ ഓരോന്നിനകത്തും കയറിയിട്ട് index.html എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കണം. ഓരോന്നിലും എന്താ കണ്ടന്റ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3 എന്ന് കാണിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, WW ഡേറ്റയ്ക്ക് ഓണർഷിപ്പ് പെർമിഷൻ കൊടുക്കുന്നു. കംപ്ലീറ്റ് എക്സാമ്പിൾ ഫോൾഡറിലേക്കും കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, WW ഡേറ്റ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഓണർഷിപ്പ് മാറി. ഇതൊക്കെ ഓണർഷിപ്പ് ആൻഡ് പെർമിഷൻസ് ഒക്കെ ലിനക്സിൽ വരുന്നതാണ്. അപ്പോൾ ലിനക്സ് പഠിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. ലിനക്സും അറിഞ്ഞിരുന്നാലേ ഈ ഷെൽ സ്ക്രിപ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഷെൽ സ്ക്രിപ്റ്റ് അറിഞ്ഞാൽ, ലിനക്സ് കമാൻഡ്സ് അറിഞ്ഞാലേ ഷെൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ ഈ പറഞ്ഞ പെർമിഷൻ, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഇഷ്യൂസും കോഴ്സ് ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓരോന്നിനകത്തും കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ var www example1.com example1 എന്നേ ഉള്ളൂ. അതിനകത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്തു, വെൽക്കം ടു example1 എന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എക്സാമ്പിൾ 2 പോയി കഴിഞ്ഞാൽ എക്സാമ്പിൾ 2-നകത്തും നമുക്ക് ഇതുപോലെ ഓരോ ഫയൽ കാണാൻ പറ്റും. അതിനകത്ത് എക്സാമ്പിൾ 2 എന്നായിരിക്കും. ഓക്കെ, ഇത് നമ്മളുടെ ഇൻഡെക്സ് പേജാണ്. നമ്മൾ എപ്പോഴാണ് റിട്ടേൺ ചെയ്യുന്ന റിട്ടേൺ സ്റ്റാറ്റസിന് വരുന്ന സാധനമാണിത്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം, ഈ പറഞ്ഞ വാറിലാണ്. ഇപ്പം ലിനക്സ് ഫയൽ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ വാറിലാണ് നമ്മളുടെ ഈ പറഞ്ഞ ഗ്രോ ചെയ്യുന്ന ഫയൽസ്, അതായത് ലോഗ് ഫയൽസ്, കോൺഫിഗറേഷൻ ഫയൽസിൻ്റെ അല്ല, ലോഗ് ഫയൽസ്, നിങ്ങളുടെ സ്റ്റാറ്റിക് കണ്ടൻസ്, ഇതെല്ലാം ആഡ് ചെയ്യുന്നത് വാറിനകത്താണ്. ഓക്കെ, അപ്പോൾ വാറിനകത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇടാം. ഇപ്പം ഞാൻ WWനകത്ത് ഇടുന്നു. അതിനകത്താണ് example1, example2 എന്ന് പറഞ്ഞു പോകുന്നു. അതിനകത്താണ് ഈ പറഞ്ഞ HTML അതുപോലെ ഈ പറഞ്ഞ സ്റ്റാറ്റിക് കണ്ടൻസ് ഒക്കെ ഇടുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടു. അപ്പോൾ ഇനി രണ്ടാമത്തെ കേസ് എന്താണ്, നമ്മൾ ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓരോന്നിലും ഇൻഡെക്സ് പേജ് ഇട്ടു. മൂന്നാമത്തെ ഓണർഷിപ്പ് പെർമിഷൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ 3ഉം ആ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിരുന്നു. അത് ഞാൻ ചെയ്തു. ഇനി നാലാമത്തെ കാര്യം സെർവർ ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോ സൈറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ടല്ലോ Nginxനകത്ത്. എവിടെയാണത്, CD etc Nginx സൈറ്റ്സ് അവൈലബിൾ. സൈറ്റ്സ് അവൈലബിളിനകത്ത് ഇപ്പം ഞാൻ കയറി. ഇപ്പോൾ എൻ്റെ പേരൻറ്റ് ഡയറക്ടറി സൈറ്റ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡീഫോൾട്ട് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ വേറെ കോൺഫിഗറേഷൻ ഒന്നുമില്ലെങ്കിൽ ഡീഫോൾട്ടാണ് ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഡീഫോൾട്ട് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ example1.conf എന്ന് പറഞ്ഞിട്ട് ഫയൽ ഉണ്ടാക്കുന്നു. അത് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ example1.conf
കോൺഫ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ സ്റ്റാർട്ട് ഡോട്ട് കോൺഫ് എന്നാണ്. കോൺഫ് എന്ന് പറഞ്ഞാൽ ഏത് ഫയൽ ഇട്ടാലും അതിനെടുത്തോളും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ 1 ഇടുന്നു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ എൻ്റെ സെർവർ കോൺഫിഗറേഷൻ ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനകത്ത് പറയുന്നത് സെർവർ ബ്ലോക്ക്, ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കോൺഫിഗറേഷനകത്ത് സെർവർ ബ്ലോക്ക് മാത്രമേ പാടുള്ളൂ. അതിനകത്ത് ഞാൻ പറയുന്നു 80 പോർട്ടിലാണ് ലിസൺ ചെയ്യുന്നത്, കാരണം HTTP ആണ്. സൈറ്റിൻ്റെ പേര് example1.local ഇതൊരു ഡയറക്റ്റീവ് ആണ്. അതിനുശേഷം റൂട്ട് ഫോൾഡർ എന്ന് പറഞ്ഞാൽ example1 ആണ്. അതിനുശേഷം ഞാൻ പറയുന്നു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ സെറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. സെറ്റ് വേരിയബിൾ നെയിം, ഇവിടുത്തെ വേരിയബിൾ നെയിം കോഴ്സ് എന്നാണ്. അതിന് ഡോളർ സിമ്പിൾ കൊടുത്തേക്കുന്ന കോഴ്സ് എന്താണ് വേരിയബിളിൻ്റെ പേരാണ്. അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്നു വേരിയബിളിൻ്റെ വാല്യൂ ഉണ്ട്. അതിനുശേഷം ഞാൻ ലോഗ് ഫോർമാറ്റിൽ പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ കോഴ്സ് ലോഗ് എന്ന് പറഞ്ഞ ലോഗ് ഫോർമാറ്റ് ഉണ്ട്. അതിനുശേഷം അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നു റിമോട്ട് അഡ്രസ്സ് ഏതാണെന്ന് പറയണം. എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ അഡ്രസ്സ്, ഏത് ഹോസ്റ്റിലാണ് ക്ലയൻറ്റ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ URI ഏതാണ്, എന്താണ് അതിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ. അതിനുശേഷം ഞാൻ പറയുന്ന ഒരു സെപ്പറേറ്റ് ആക്സസ് ലോഗിലേക്ക് ഞാൻ റൈറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം എൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തുള്ള index.html എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ റൂട്ടിലെത്തി കഴിഞ്ഞാൽ സ്ലാഷ് ആണെങ്കിൽ അതിനകത്ത് index.html ഉണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ പേജ് സെർവ് ചെയ്യണം. ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇത് ഞാൻ ചെയ്തില്ല, ലിങ്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതേപോലെ DNS എനേബിൾ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഈ 2 കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്തു. ഒരു കസ്റ്റം വേരിയബിൾ ഉണ്ടാക്കി, അതേപോലെ നമ്മളൊരു സെപ്പറേറ്റ് കസ്റ്റം ലോഗ് ഫോർമാറ്റും ഉണ്ടാക്കി. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ DNS സെറ്റ് ചെയ്യലാണ് 5ാമത്തെ സ്റ്റെപ്പ്. അതിൽ നമ്മൾ ഒന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ പബ്ലിക് DNS സെർവേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ Cloudflare ആണ് എൻ്റെ DNS സെർവേഴ്സ്. ഇപ്പം ആമസോണിൻ്റെ ആണെങ്കിൽ Route 53 DNS അക്കൗണ്ട് ഉണ്ട്. അതല്ലാതെ എനിക്കിപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡൊമൈൻ നെയിം ഉണ്ടാവണം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം കാണിക്കാൻ വേണ്ടി ഡൊമൈൻ നെയിം ഇല്ല. അതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്തു, മോക്ക് ചെയ്യാണ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കലിൽ ഒരു ഹോസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലുണ്ട്. അതാണിത്. ഇപ്പോൾ ഇതിൻ്റെ പാത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ പാത്ത് കൊടുക്കുന്നത് സേവസ്. ആ പാത്ത് എടുക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ Windows System 32 ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഈ പറഞ്ഞ ETCയിലകത്താണ് ഈ പറഞ്ഞ ഹോസ്റ്റ് ഫയൽ ഉള്ളത്. ഇത് പണ്ട് കാലത്ത് DNS സെർവറിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം പണ്ട് കാലത്ത് ഒരുപാട് വെബ്സൈറ്റ്സ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരുടെയും DNS ഇങ്ങനെ പോപ്പുലേറ്റ് ചെയ്യുന്ന ഈ ഹോസ്റ്റ് ഫയൽ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്പം മില്യൺസ് ഓഫ് റെക്കോർഡ്സ് വന്നപ്പോഴാണ് ആർക്കും ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിൽ ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഉണ്ടാക്കിയതിനാണ് DNS ഡൊമൈൻ നെയിം റെസൊല്യൂഷൻ സെർവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന് പകരമാണ് ഇപ്പം നെയിം റെസൊല്യൂഷൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ IP അഡ്രസ്സ് ഏതാണോ, ഇപ്പോൾ ഇതാണ് എൻ്റെ പബ്ലിക് IP അഡ്രസ്സ്, മെഷീൻ്റെ IP അഡ്രസ്സാണ്. അതിനകത്താണ് പറഞ്ഞ HTTP റൺ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ IP ലേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റിലത്തെ example1.local ആണ്. അതേപോലെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് example2.local ആണ്, example3.local ആണ്. എന്ന് വെച്ചാൽ 3 ഡൊമൈൻ നെയിംസിനെ ഞാനിപ്പോൾ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ DNSനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിലേക്ക് ഏത് വന്നാലും ഈ IPയിലേക്ക് റിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സെർവറിലേക്ക് കണക്ഷൻ എത്തിക്കോളും. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാനെന്ത് ചെയ്തു, Ctrl+S കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ ഹോസ്റ്റ് ഫയൽ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോട്ട് പാഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പ്രിവിലേജുള്ള ഫയലാണിത്. പ്രിവിലേജുള്ള ആൾക്കാർക്ക് മാത്രമേ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവിലേജ് ആക്സസ് എറർ ഉണ്ടാവും. എന്ന് വെച്ചാൽ പെർമിഷൻ ഡിനൈഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എറർ വരും. അപ്പോൾ ഞാനിതിപ്പം Ctrl+S കൊടുത്തു, സേവ് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വരുന്നു. എൻ്റെ ഇത് 1 ഓഫ് ദ സെർവർ കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ സേവ് ചെയ്തു. ഇത് ഞാൻ വീണ്ടും പെർമിഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വീണ്ടും സൂഡോ പെർമിഷൻ കൊടുത്തുകൊണ്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എൻ്റെ example1 കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്. സേവ് ആൻഡ് ക്വിറ്റ്. അതിനുശേഷം ഞാൻ പറയുന്നു sudo കോപ്പി example1. അതിന് ഞാൻ പറയുന്നു example2.conf എന്നാക്കുന്നു. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, 3ാമത്തെ കോൺഫിഗറേഷൻ 3.conf. CP എന്ന് പറഞ്ഞാൽ കോപ്പി കമാൻഡാണ്. സോഴ്സ് ഡെസ്റ്റിനേഷൻ ഇതൊക്കെ ലിനക്സ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നു, example2.confലേക്ക് എത്തുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് കോൺഫിഗറേഷൻ മാറ്റി കൊടുക്കുന്നു. വെച്ചാൽ എൻ്റെ സെർവറിൻ്റെ പേര് example2.configuration ആണ്. അതേപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ട് എവിടെയാണ്, example2ലാണ്, 1ലല്ല. അതിനുശേഷം എൻ്റെ ആക്സസ് ലോഗ് പറഞ്ഞ് മാറ്റി കൊടുക്കുന്നു. ഞാൻ ആക്സസ് ലോഗിൽ പറഞ്ഞു കൊടുക്കുന്നു example2 ആക്സസ് ലോഗ്. ഇത്രയും മാറ്റങ്ങൾ വരുത്തുന്നു. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, 3.confലേക്ക് പോകുന്നു. അവിടെയും ഈ സെയിം മാറ്റങ്ങൾ ഞാൻ വരുത്തുന്നു.
എൻ്റെ URL ഒന്ന് 3 ആക്കുന്നു, അതേപോലെ ഇവിടെയും 3 ആക്കുന്നു, അതേപോലെ എൻ്റെ ആക്സസ് ലോഗും ഞാൻ റീനെയിം ചെയ്യുന്നു. ഓക്കെ, നൗ ഇറ്റ്സ് സെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സൈറ്റ്സ് തന്നെ അവൈലബിൾ വന്നു. അതുപോലെ തന്നെ എൻ്റെ DNSൽ ഞാൻ എന്ത് ചെയ്തു, കോൺഫിഗർ ചെയ്തു. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനേബിൾ ചെയ്യലാണ്. എനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ കാണിച്ച പോലെ സിം ലിങ്ക് ആണ്. ഇപ്പോൾ LS-L കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനെന്ത് മൊഡ്യൂൾ എനേബിൾഡ് എന്നുള്ള സാധനത്തിനകത്ത് ഫോർ എക്സാമ്പിൾ സൈറ്റ്സ് എനേബിൾഡ് എന്ന് പറഞ്ഞതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടോ, ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫയലിനെ എന്ത് ചെയ്തേക്കാണ്, സിംബോളിക് ലിങ്കാണ്, എല്ലാണ് സിംബോളിക് ലിങ്കിൽ കണക്ട് ചെയ്തേക്കാണ് എങ്ങോട്ട്, സൈറ്റ്സ് അവൈലബിളിനകത്ത് ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സൈറ്റ്സ് അവൈലബിൾ എന്നുള്ളതിനകത്ത് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് അപ്പാവണമെന്നൊരു നിർബന്ധമില്ല, അതാവത്തുമില്ല. ഞാൻ example 2.local വിളിച്ചു. ഇതെന്ത് ഫോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ മാറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. RM-RF ഡിഫോൾട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഇവിടുന്ന് എന്നാൽ അത് ഇവിടുന്ന് ഡിലീറ്റ് ആവുന്നില്ല. എന്താണ് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംബോളിക് ലിങ്ക് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റെഫറൻസ് ഞാൻ ബ്രേക്ക് ചെയ്തു. എന്നാൽ ആ ഫയൽ അവിടെ തന്നെ ഉണ്ട്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മൂന്നിൻ്റെയും സിംബോളിക് ലിങ്ക് എടുക്കുകയാണ്. അതിൻ്റെ സിംബോളിക് ലിങ്ക് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ LN എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കിങ് കമാൻഡ് ഉണ്ട്. സോഫ്റ്റ് ലിങ്കാണ് ചെയ്യുന്നത്. നമ്മൾ പറയുകയാണ് സൈറ്റ്സ് അവൈലബിളിനകത്തുള്ള example1.com എന്ന് പറഞ്ഞാൽ കോൺഫ് എന്ന് പറഞ്ഞിട്ടുള്ള സെർവർ കോൺഫിഗറേഷനെ ഞാൻ സൈറ്റ്സ് എനേബിൾഡ് എന്ന് പറഞ്ഞ കോൺഫിഗറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഞാൻ ക്ലിക്ക് ചെയ്തു. അതേപോലെ തന്നെ ഞാനത് രണ്ടാമത്തെ കോൺഫിഗറേഷൻ കാണാം 2.conf ഞാൻ ഇതുപോലെ ചെയ്യുകയാണ്. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, മൂന്നാമത്തെ 3.conf ഞാൻ എനേബിൾ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് സൈറ്റ്സ് എനേബിൾഡിലേക്കാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സിംബോളിക് ലിങ്ക്സ് കാണാം. കാരണം ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തേക്കുന്നത്, 3 ലിങ്ക് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ സൈറ്റ്സ് എനേബിൾ ആണ്. എങ്ങനെയാണ് എനേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ nginx.conf എന്ത് പറഞ്ഞിട്ടുണ്ട്, സൈറ്റ്സ് എനേബിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറി പാത്ത് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ HTTP ഇതിനകത്ത് എന്ത് ചെയ്തു, സെർവർ ബ്ലോക്കിനെ മുഴുവൻ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, സൈറ്റ് അപ്പ് ആക്കാം. അപ്പം ഞാനിപ്പോൾ കോൺഫിഗറേഷൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സിസ്റ്റം റീലോഡ് ചെയ്യണം. സിസ്റ്റം CTL റീലോഡ് nginx. അപ്പോൾ എന്തോ എറർ വന്നിട്ടുണ്ട്. സോ സംതിങ് വെന്റ് റോങ്. Log format directory is not allowed here. Okay, example1.conf അല്ലേ, etc nginx sites enabled example.com. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് ഡയറക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പോലെ ഇരിക്കും. കാരണം അവിടെ വരാൻ പാടില്ല. എന്നുവെച്ചാൽ ഈ പറഞ്ഞ കസ്റ്റം ലോഗ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരേണ്ട സാധനമല്ല. അതെന്ത് ചെയ്യണം, ഗ്ലോബൽ കോൺഫിഗറേഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ലോഗ് ഫോർമാറ്റ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ഞാനിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാണ്. അതേപോലെ ഈ പറഞ്ഞ സെറ്റ് വേരിയബിൾ, ഇത് കാരണം ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്, അതുകൊണ്ട് പുറത്തേക്ക് എടുക്കുകയാണ് ഞാൻ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ nginxൻ്റെ കോൺഫിഗറേഷനിലേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ലോഗ് ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യുന്നു. പെർമിഷൻ ഇഷ്യൂ. ഇവിടേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ഞാൻ മറ്റൊരു ലോഗ് ഫോർമാറ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ സെറ്റ് വേരിയബിൾ കൊടുക്കുകയാണ്.
സെറ്റ് വേരിയബിൾ നെയിം എന്താണ്, കോഴ്സ് എന്നുള്ളതാണ്. അതിൻ്റെ വാല്യൂ എന്താണ്, nginx കോഴ്സാണ്. ഡയറക്റ്റീവ് ആണ്, എൻസ് വിത്ത് സെമി കോളൻ. ഞാനത് സേവ് ചെയ്തു. അതേപോലെ തന്നെ സെയിം സാധനം തന്നെ ഈ പറഞ്ഞ എക്സാമ്പിൾ 2ലും വരാൻ സാധ്യതയുണ്ട്, കാരണം എല്ലായിടത്തും ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തുറന്ന് എഡിറ്റ് ചെയ്യാണ്. ഡിലീറ്റ്. അതാണ് ഞാൻ റോങ്ലി അസൈൻ ചെയ്ത, എന്ന് വെച്ചാൽ ഡയറക്റ്റീവ് നിങ്ങൾ റോങ് ആയിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറർ വരും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം അത് nginxൻ്റെ ഫോർമാറ്റ് തന്നെയാണ്, പക്ഷേ റോങ് പ്ലേസിലായിരിക്കും പ്ലേസ് ചെയ്ത് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും റീലോഡ് ചെയ്യാണ്. nginx കോൺഫിൻ്റെ സെറ്റ് ഡയറക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഡയറക്റ്റീവ് എവിടെയാണെന്ന് നോക്കട്ടെ. which block can add a log format inside server block. അപ്പോൾ ഞാൻ നോക്കുന്നു. ഓക്കെ, സോ സെറ്റ് ഫോർമാറ്റ് സെർവറിനകത്താണ്. എനിക്ക് തോന്നുന്നതൊരു ഇൻഡിവിജ്വൽ കോൺഫിഗറേഷനാണ്. ഞാൻ അത് വീണ്ടും അകത്തേക്ക് പോവാണ്. സെറ്റ് കോഴ്സ് nginx കോഴ്സ് കോളൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഞാൻ ഇത് സേവ് ചെയ്യുന്നു. അതേപോലെ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2ലേക്ക് ഒന്നുകൂടെ പോയി നോക്കട്ടെ. കോഴ്സ് nginx കോഴ്സ് ഡയറക്റ്റീവ് ക്ലോസ് ചെയ്തു. 1.conf പോകുന്നു. സെറ്റ് കോഴ്സ് nginx കോഴ്സ് മൂന്നെണ്ണം ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, nginxലേക്ക് വരുന്നു. ആ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഞാൻ എന്ത് ചെയ്യുന്നു, മീൻസ് കസ്റ്റം വേരിയബിൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. DD കമൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ സിംഗിൾ ലൈൻ ഡിലീറ്റ് ആവും. അപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും റീലോഡ് ചെയ്യുന്നു. സോ സിൻടാക്സ് ഇസ് ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കുകയാണ്. nginx -t സക്സസ്ഫുൾ ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇപ്പോൾ എങ്ങനെ റൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രൗസറിലേക്ക് പോകുന്നു. ബ്രൗസറിലേക്ക് പോയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രൗസറിലേക്ക് പോകുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, example1.local എന്ന് പറഞ്ഞ ഫയൽ വിളിക്കുന്നു. വെൽക്കം ടു example1. ഞാൻ എന്ത് ചെയ്യുന്നു, 2 എന്ന് വിളിക്കുന്നു. വന്നില്ലല്ലേ, സോറി, സൗണ്ട് കേൾക്കുന്നില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ലോഗ് നോക്കുകയാണ്. tail -f var log nginx. നമ്മുടെ സെർവർ കസ്റ്റം പാത്ത് ഏതായിരുന്നു, example2 ആക്സസ് ലോഗ് അല്ലേ. അപ്പോൾ അതിലേക്ക് കണക്ഷൻ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ DNS വഴി വന്നു, DNSലേക്ക് വന്നു, എന്നാൽ ഒരു ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. നോക്കട്ടെ, nginx.conf. example എന്ന് വെച്ചാൽ സൈറ്റ്സ് എനേബിൾഡിനകത്ത് വരുന്നത് അവിടെ. ചിലപ്പോൾ ക്യാഷ് ചെയ്തേക്കുന്നതെന്നായിരിക്കും വരുന്നത്.
ഞാനത് ഇൻകോഗ്നിറ്റോ റൺ നോക്കട്ടെ. എക്സാമ്പിൾ 2 ഡോട്ട് എക്സാമ്പിൾ 1. ഞാൻ ആ ഫയൽ നെയിം മാറ്റിയിട്ടില്ലേ? etc nginx sites ഇത് ശരിയാവത്തില്ല. സൈറ്റ്സ് അവൈലബിൾ example2.conf റൂട്ട് ഫോൾഡർ അത് നോക്കട്ടെ. var www example2 ആണ്. example2 ആണ്. അതിൻ്റെ 1 നോക്കട്ടെ. example1 cat var www nginx example2. എൻ്റെ ഹോസ്റ്റ് ഫയലിൽ ഒരു മാറ്റം വരുത്തിക്കണം. എനിക്കൊന്ന് ഇൻഡിവിജ്വലി ചെയ്ത് നോക്കട്ടെ. സേവ് ചെയ്തു. അപ്പോൾ നമ്മളിനി നോക്കേണ്ടത് nginxൻ്റെ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ. tail -f var log nginx access log. example3.log 4040. എന്ത് പറ്റിയായിരിക്കും? DNS വന്നു. DNS നിന്ന് നേരെ ഇപ്പുറത്തേക്ക് വന്നു. സെർവറിലെത്തി കഴിഞ്ഞിട്ട് കോൺഫിഗറേഷൻ cat example3.conf 80 example3.local example3 എന്ന് പറഞ്ഞ ഫോൾഡറിലേക്കാണ് പോകുന്നത്. ഓക്കെ, something is wrong. ആക്സസ് വരുന്നില്ല. ലൊക്കേഷൻ ബ്ലോക്ക് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ എടുക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ 1 ആലോചിക്കുന്നതിന് സമയം വേണം. സോ വൈ ഇസ് ഇറ്റ് നോട്ട് വർക്കിംഗ്? .local വർക്ക് ചെയ്യുന്നുണ്ട്, 2.local. പക്ഷേ ഈ പേജ് അല്ലല്ലോ നമുക്ക് കാണേണ്ടത്. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ പേജ് അല്ല എനിക്ക് കാണേണ്ടത്. എനിക്ക് കാണേണ്ടത് മറ്റേ പേജാണ്. 4.local എടുത്ത് നോക്കട്ടെ. അത് വർക്ക് ചെയ്തില്ല, കാരണം അതിനകത്ത് ഒരു ഹോസ്റ്റ് ഇല്ല. പക്ഷേ ഈ സാധനം വർക്കിംഗ് ആണ്. 3 വെബ്സൈറ്റ് അപ്പാണ്. പക്ഷേ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ് റൂട്ട് ഈസ് റീഡിങ് ഫ്രം ദ സെയിം ലൊക്കേഷൻ. വൈ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്നാൽ example3 എടുക്കേണ്ടത് example3 നോക്കട്ടെ, ഒന്നുകൂടെ നോക്കാം. cat
വെൽക്കം ടു എക്സാമ്പിൾ 3 എന്നല്ലേ കാണിക്കേണ്ടത്. സംഭവം ഇറ്റ്സ് നോട്ട് ഷോയിങ്. എന്തായാലും ഞാൻ അതിനകത്ത് വലിയ പണിയെടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ 3 വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ്സ് 3ഉം അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ഡോക്യുമെൻ്റ് റൂട്ട് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ട്രബിൾ ഷൂട്ട് ചെയ്യണം. അതിനകത്ത് സമയം കളഞ്ഞതിനെക്കാട്ടും നല്ലത് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് ലോഗം നോക്കാം. ടെയിൽ -f var log nginx example1 access log. ചേട്ടാ എൻ്റെ ലോഗോ എഴുതിയില്ലേ? ആക്സസ് ലോഗ് നോക്കട്ടെ. ഞാനെന്തോ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞ കസ്റ്റം ലോഗ് റൈറ്റ് ചെയ്യുന്നില്ല, ആ പ്രശ്നം. കസ്റ്റം ലോഗ് കോഴ്സ് ലോഗ്, അതിൻ്റെ ഫയൽ ഏതായിരുന്നു? ഒരു ഫയൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? കോപ്പി ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന അവാർഡ്. ഞാൻ അതിനുവേണ്ടി ഒരു കോഴ്സ് കസ്റ്റം ലോഗ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഡീറ്റെയിൽഡ് അല്ല, എൻ്റെ കോഴ്സ് _ലോഗ് എന്ന് പറഞ്ഞിട്ട് ലോഗിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ആക്സസ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആക്സസ് ലോഗിലേക്കാണ്. ഓക്കെ, റീലോഡ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. സോ I'll give it a try again. Just to do എക്സിക്യൂഷൻ നടത്തി ടെയിൽ -f var log nginx access _course.log. ഇതിലേക്ക് ലോഗം വന്നില്ല. നെവർ മൈൻഡ്, ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യാനൊരു സമയം എടുക്കും. ഞാനത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. പിന്നെ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ ഞാൻ എവിടെയാണ് പഠിപ്പിച്ച് നിർത്തിയതെന്ന് എനിക്ക് വല്ല ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി അടുത്തതിനകത്ത് നമുക്ക് റീറൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു എൻഡ് പോയിൻറ്റ് റീറൈറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു പൈത്തൺ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്ക് എൻഡിലേക്ക് എങ്ങനെയാണ് ലോഡ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ ട്രൈ ചെയ്യാം. ഇത് nginx ഏകദേശം തീർന്നു. ഞാൻ ഇതിനകത്തൊരു HTTP മെത്തേഡ്സും HTTP ഹെഡേഴ്സൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി ഞാൻ എന്തായാലും അത് APIസിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നന്നാവുക. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിടെ കുഴഞ്ഞു പോകും. സോ താങ്ക് യു വെരി മച്ച്. എന്തായാലും പ്രോസസ്സ് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഏതാണ് ഈ പറഞ്ഞ സ്റ്റെപ്സ്? സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ഉണ്ടാവണം, സെപ്പറേറ്റ് ഇൻഡെക്സ്, സെപ്പറേറ്റ് സ്റ്റാറ്റിക് ഫയൽസ് ഉണ്ടാവണം, ഓണർഷിപ്പ് സെപ്പറേറ്റ് ആയിരിക്കണം. ഓണർഷിപ്പ് എല്ലാത്തിനും എന്ന് വെച്ചാൽ ഏതാണോ നിങ്ങളുടെ പ്രോസസ്സ് ഓണർ അതിനായിരിക്കും കൊടുക്കേണ്ട വർക്കറിൻ്റെ. കാരണം വർക്കറാണ് പിന്നെ പണിയെടുക്കുന്നത്. മാസ്റ്ററിന് ഇതിനകത്തൊന്നും ആക്സസ് ഇല്ല. ആക്സസ് ഉണ്ട് കാരണം റൂട്ടാണ്, എന്നാലും പണിയെടുക്കുന്ന വർക്കറാണ്. അതുപോലെ നിങ്ങൾക്ക് സെർവർ ബ്ലോക്ക് ഉണ്ടാവണം, അതിനകത്ത് സെർവറിൻ്റെ കോൺഫിഗറേഷൻസ് ഉണ്ടാവണം. അതിനുശേഷം നിങ്ങൾ ഇതിനെ എനേബിൾ ചെയ്യുന്നു, DNS എനേബിൾ ചെയ്യുന്നു, അതിനുശേഷം നിങ്ങളുടെ വെബ്സൈറ്റ് ലൈവ് ആവും. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. So thank you very much and see you in the next one with rewrite. Yeah, bye bye.